പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും തമ്മിലുള്ള വാക്കുകളുടെ പോരാട്ടം വീണ്ടും മുറുകുകയാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയെ ദുരന്തം എന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചതോടെയാണ് ഇരുവരും തമ്മിലുള്ള പുതിയ ഈ വാക്കുതർക്കം ആരംഭിച്ചത്. ഡൽഹിയിലെ ചേരി നിവാസികൾക്കായുള്ള ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ആം ആദ്മി സർക്കാരിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഞ്ഞടിച്ചത്. അവർ മദ്യ കുംഭകോണം, സ്കൂൾ കുംഭകോണം, മലിനീകരണ കുംഭകോണം എന്നിവ നടത്തി പരസ്യമായി അഴിമതിയിൽ ഏർപ്പെട്ടു. ഈ ആപ്പ് നിന്നുള്ളവർ വാസ്തവത്തിൽ ഡൽഹിക്ക് ഒരു വൻ ദുരന്തമാണ്. ഈ ദുരന്തത്തിനെതിരെ നിവാസികൾ യുദ്ധം പ്രഖ്യാപിക്കണം. ഇതാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അതേസമയം ഡൽഹിയിലെ നിർധനരുടെ ക്ഷേമത്തിനായുള്ള തൻ്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിനിടെ എടുത്തു പറഞ്ഞു. എനിക്കൊരു ശീഷ് മഹൽ നിർമ്മിക്കാമായിരുന്നു, അതായത് ചില്ലുകൊണ്ടുള്ള ഒരു കൊട്ടാരം. പക്ഷേ എൻ്റെ സ്വപ്നം എൻ്റെ നാട്ടുകാർക്ക് സ്ഥിരമായ വീടുകൾ ലഭിക്കണം എന്നതാണ്. അതുകൊണ്ടാണ് എൻ്റെ ചില്ലുകൊട്ടാരം ഇല്ലാതെ പോയതെന്നും മോഡി പറഞ്ഞിരുന്നു. അതേസമയം ദുരന്തം ഡൽഹിയിലല്ല, മറിച്ച് BJPക്ക് ഉള്ളിലാണെന്ന് കേജ്രിവാൾ തിരിച്ചടിക്കുകയും ചെയ്തു. BJPക്ക് ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരാളെ ചൂണ്ടിക്കാണിക്കാനില്ലാത്തതാണ് ആദ്യ ദുരന്തമെന്നും പിന്നെയുള്ളത് BJPക്ക് ഡൽഹി തെരഞ്ഞെടുപ്പിൽ അജണ്ടയില്ല എന്നതാണെന്നും കേജ്രിവാൾ പറയുന്നു. ചില്ലുകൊട്ടാരം അഥവാ ശീഷ് മഹലിനെ കുറിച്ചുള്ള മോദിയുടെ പരാമർശത്തെയും കേജ്രിവാൾ പരിഹസിച്ചു. 2700 കോടി രൂപയ്ക്ക് വീട് നിർമ്മിച്ച് 8400 കോടിയുടെ വിമാനത്തിൽ പറക്കുന്ന 10 ലക്ഷം രൂപയുടെ സൂട്ടുകൾ ധരിക്കുന്ന ഒരാൾക്ക് ശീഷ് മഹൽ പരാമർശം തീരെ യോജിച്ചതല്ലെന്നാണ് കേജ്രിവാൾ പറയുന്നത്. 2020 പ്രധാനമന്ത്രി ഡൽഹിയിൽ പറഞ്ഞത് 2022 എല്ലാവർക്കും വീട് നൽകുമെന്നാണ്. ഇന്ന്, അതായത് 2025 അദ്ദേഹം 1700 വീടുകളുടെ താക്കോൽ കൈമാറി. മുമ്പ് കൽക്കാജിയിൽ 3000 വീടുകളുടെ താക്കോലും നൽകിയിരുന്നു. 5 വർഷത്തിനുള്ളിൽ മൊത്തം 4700 വീടുകൾ. ഇതാണ് വാഗ്ദാനങ്ങളും വിതരണവും തമ്മിലുള്ള അസമത്വം. ഡൽഹിയിൽ ഒരുപാട് ചേരികളുണ്ട്. 15 ലക്ഷം ആളുകൾക്ക് വീടുകൾ വേണം. ആ സ്ഥാനത്താണ് മോഡി വെറും 4700 വീടുകൾ നൽകുന്നത്. BJPയുടെ പ്രകടനപത്രിക 5 വർഷമല്ല 200 വർഷത്തേക്കാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അത്രയും കാലമെടുത്താലും ഇവർ പറഞ്ഞ പൊള്ളയായ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ കഴിയില്ലെന്നാണ് കേജ്രിവാൾ മോദിക്ക് മറുപടിയായി പറഞ്ഞത്.